ഹലോ മിത്രങ്ങളെ, വെൽക്കം ബാക്ക് ടു മൈ കുഞ്ഞു വ്ളോഗ്. സോറി ഗൈസ്, ഞാൻ ഒരു വ്യത്യസ്തമായ ഒരു ഇൻട്രോ ആണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഇന്ന് ഒരു പ്രീമിയർ ഷോയ്ക്ക് പോവുകയാണ് ഗൈസ്. പ്രീമിയർ ഷോ എന്ന് പറയുമ്പോൾ DS Ray. ഞാൻ ഇതുവരെ ഒരു പ്രീമിയർ ഷോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വലിയ സംഭവമൊന്നുമില്ല, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത ഒരു കിട്ടില്ല മൂവി ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ. കാരണം പുള്ളി ഡയറക്റ്റ് ചെയ്ത പുള്ളി ഡയറക്റ്റ് ചെയ്ത ഭൂതകാലവും പ്രമേയവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവീസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഭൂതകാലം ഞാൻ പകല് കണ്ട് എനിക്ക് പേടിച്ച സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ മേക്കിംഗ് ഒക്കെ. അപ്പൊ അതുമല്ല, പ്രണവ് മോഹൻലാൽ, ഞാൻ ഈ ട്രെയിലറൊക്കെ ഭയങ്കര പ്രോമിസ് ആയിരുന്നു ഗൈസ്. പക്ഷെ പ്രണവിന്റെ ഒരു കിട്ടിലും ഒരു പെർഫോമൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഒരു സിനിമ ലവർ ആയതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്. പ്രശ്നമില്ല. അപ്പോ ഞാൻ വിചാരിക്കുന്നത് ശരിയാണെങ്കിൽ പ്രണവിന്റെ കിട്ടിലും ഒരു പെർഫോമൻസ് തന്നെ ഇന്ന് കാണാൻ പറ്റി. സിനിമ നാളെയാണ് ഗൈസ് റിലീസ്. പക്ഷെ ഇന്ന് എനിക്ക് സിനിമ കാണാൻ പറ്റി. ഞാനും എൻ്റെ ബ്രദേഴ്സും കൂടെയാണ് പോണത്. അപ്പോൾ എന്തായാലും സിനിമ സിനിമ കണ്ടു കഴിഞ്ഞ് ഇന്നേനെ എനിക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇല്ലെങ്കിൽ നാളെ. അപ്പോൾ റിലീസ് ആവുന്ന ദിവസം തന്നെ ഇത് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഇപ്പൊ പോവുകയാണ്. 9:30 ഏരീസ് ഓടി 1-ലാണ് ഗൈസ് ഷോ. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, കറണ്ട് പോയതല്ല, ലൈറ്റ് അടച്ചതാണ്. ഹായ് മാം. ചായ കുടിച്ചതാണ് നേരെ ഒന്നും. നമുക്ക് ബൈ. സിനിമ കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോട്ടാ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇവിടെ ഫുള്ളാണ് ഗൈസ്. എന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം ഇവിടെ തിക്കി നിറഞ്ഞ് നിൽക്കുകയും പുറത്തൊക്കെ ഫുള്ളാണ്. ഞാൻ ഇവിടെ റിവ്യൂസ് ഉള്ളതുകൊണ്ട് ഇവിടെ ആദ്യം എക്സ്പെക്ടേഷൻസ് ചോദിച്ചായിരിക്കും പറയാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഹൗസ്ഫുൾ ആണെന്നാണ് തോന്നണേ. ഹൗസ്ഫുൾ ആയിരിക്കും, ഹൗസ്ഫുൾ ആകാൻ ചാൻസ് ഉണ്ട്. ക്യാമറ കണ്ടപ്പോ ഓടി ബാക്ക് ചെയ്തിരിക്കുകയാണ്. എന്റെ അല്ല, അവിടെ റിവ്യൂ തിയേറ്ററിനകത്ത് കയറി ഗൈസ്. ഹൗസ്ഫുൾ ആണ് ഗൈസ്, ഹൗസ്ഫുൾ ആണ്. ഇപ്പൊ ഹൗസ്ഫുൾ ആവും. സിനിമ കഴിഞ്ഞിട്ട് എന്തായാലും ഗൈസ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഗൈസ്, ഒരു രക്ഷയില്ല. ഇന്റർവെൽ നോക്ക പഞ്ച് കഴിഞ്ഞിട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. പടം കണ്ട് ഇറങ്ങുക. മേക്കിംഗ് പറയാനില്ല. പ്രണവ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ രക്ഷയില്ല. പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ സർപ്രൈസ് ആയില്ല. പെർഫോമൻസ് ക്രിസ്റ്റോ സേവിയർ, പിന്നെ മറ്റേ എസ്തെറ്റിക് പോസ്റ്റർ ചെയ്യുന്ന ആ പേരാണ് തോന്നുന്നു. ഒരു രക്ഷയില്ല.
സിനിമ പൊളി അല്ലേ? പ്രണവ് മോഹൻലാൽ. ഓ മാൻ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റി. സിനിമ കൊള്ളാം ഗൈസ്. ഞാൻ വേറൊന്നും പറയില്ല, സർപ്രൈസിങ് ഉണ്ട്. ബട്ട് ഐ ക്യാൻ ടെൽ യു വൺ തിങ്, സംഭവം ഇருக்கு. നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്, രക്ഷയില്ല ഗൈസ്. ഇല്ല, കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. സംതൃപ്തി. ഒരാരും ക്യാമറയിൽ വരിക ഗൈസ്. നമുക്ക് ക്യാമറ എന്താണ്, ഷൈയാണെന്തോ ഗൈസ്. കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഓലയിലാണ് ഗൈസ് നമ്മൾ വന്ന്. ഓല നിന്ന് ഓല ഉണ്ടാക്കി, അല്ല ഓല മാനുഫാക്ചറിങ് ചെയ്തില്ലേ അവന്മാർക്കത്, അല്ല ഓല കമ്പനി, സോറി മാനുഫാക്ചർ അവന്മാർ ഒരു തെറ്റും ചെയ്ത് കാണൂല. എന്താണത്? എൻ്റെ ഫ്രണ്ട്സിൻ്റെ മിക്ക വണ്ടിക്ക് പണി കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ പോകുമ്പോ ഇല്ലയോ ഡും ഡും. ശ്രമത്തിലാണ് ഗൈസ്, സ്റ്റാർട്ട് ആവുന്നില്ല. ഇറങ്ങിക്കാം. വഴിയൂരെ കാഴ്ചകളെങ്കിലും കാണാൻ. ഓണാവുന്നില്ല. സ്കൂട്ടറല്ലേ നോ പോകുന്നത്, കണ്ടിട്ട് കൊതിയാവുക. 30% ചാർജ് ഉണ്ട് ഗൈസ്. എന്നിട്ടും ആപ്പ് പോലും വർക്ക് ആവുന്നില്ല. ബ്രാൻഡ് കണ്ടാ, ഓലല്ല മട്ടലാണ്. നീ വീട്ടിൽ പോകാൻ പറ്റുമോ? പോയവന്മാരെ തിരിച്ചു വിളിക്കേണ്ടി വരും. പണി കിട്ടണുണ്ട്. ആദ്യമൊക്കെ നല്ല വണ്ടിന്ന് വിചാരിച്ച, അപ്പോൾ വേസ്റ്റ്. ഭയങ്കര കംപ്ലൈൻറ്റ്. ഓല കേൾക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് അവിടെ എത്തൂല, എന്നാലും ഞാൻ പറയും. ഞാനും കച്ചവടക്കാണോ വണ്ടി നിൽക്കാൻ പോണം. ചവിട്ടിത്തള്ള ഡിസ്പ്ലേ ഓണായിട്ട് ചവിട്ടിത്തള്ള ആപ്പോ അനങ്ങുന്നില്ലയോ? ഓലയുടെ കട എല്ലാ കുസ്തിയും കഴിഞ്ഞിട്ട് ഓണായി. തോന്നുമ്പോ ഓണാവും, തോന്നുമ്പോ ഓഫാവും. എന്തോ പോലെയാണ്. അവസാനം ഓലയുമായുള്ള യുദ്ധത്തിന് ശേഷം വീട്ടിലെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഓല